കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകുക എന്ന് നമുക്ക് പറയാനാവില്ല. അതുമാത്രമല്ല, ഭഗവാൻ ഭക്തരെ രക്ഷിക്കാനായിട്ട്, ഭക്തരുടെ രക്ഷയ്ക്കായിട്ട് ഏത് രൂപത്തിൽ വേണേലും വരാവുന്നതാണ്. ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ രൂപത്തിലോ അല്ല ഭഗവാന്റെ തന്നെ രൂപത്തിലോ അദൃശ്യമായി ആണെങ്കിൽ പോലും എങ്ങനെയാണേലും ഭഗവാൻ ഏത് രൂപത്തിലാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് വരിക എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാനാവില്ല. ഒരിക്കൽ ഭഗവാൻ പറയുകയാണ്, ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലാണ് നമുക്ക് തിരിച്ചറിയാനാവുന്നത് എങ്ങനെയാണ്? അത് ഭഗവാനോടുള്ള പരമപ്രേമ ഭക്തി മൂലമാണ് നമുക്ക് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിൻ പ്രകാരമുള്ള ഒരു കഥ നമുക്ക് കേൾക്കാം. ഒരിക്കൽ ഭഗവാൻ രുക്മിണി സ്വയംവരം കഴിഞ്ഞിട്ട് രുക്മിണി ദേവിയോട് പറഞ്ഞു, നമുക്ക് സാധാരണ ആൾക്കാരെ പോലെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ഒരു കുടിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് അവിടെ കുറച്ച് ദിവസം താമസിക്കാം, സാധാരണക്കാരെ പോലെ താമസിക്കാമെന്നാണ് ഭഗവാൻ രുക്മിണിയോട് പറഞ്ഞത്. രുക്മിണി ദേവിക്ക് അതങ്ങടെ ഇഷ്ടമായി. അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് പോവാം, ഒരു ഗ്രാമത്തിൽ പോയിട്ട് നമുക്ക് ഒരു കുടിലൊക്കെ കെട്ടിയിട്ട് അവിടെ താമസിക്കാം, സാധാരണക്കാരെ പോലെ ആഹാരമൊക്കെ പാകം ചെയ്ത് കഴിച്ച് അങ്ങനെ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു. കൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും കൂടെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ഒരു കുടിലൊക്കെ ഉണ്ടാക്കി താമസിക്കാൻ തുടങ്ങി. അന്നേരം രുക്മിണി ദേവി പറഞ്ഞു, നമ്മൾ സാധാരണ ആൾക്കാരെ പോലെയല്ലേ, അപ്പോൾ ഭഗവാൻ പോയിട്ട് പച്ചക്കറിയും പലവ്യഞ്ജനമൊക്കെ മേടിച്ചിട്ട് വരിക, നമുക്ക് ആഹാരം പാചകം ചെയ്യണ്ടേ? ഇത് കേട്ട ഭഗവാൻ പലവ്യഞ്ജനവും പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് ഗ്രാമത്തിൽ നടന്നു. അങ്ങനെ ഇതൊക്കെ മേടിച്ചു 2 സഞ്ചിയിലൊക്കെ ആക്കി ഭഗവാൻ ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു വയസ്സായ സ്ത്രീയെ കണ്ടായിരുന്നു. ആ അമ്മ നടന്ന് വരുന്ന വഴിക്ക് വേച്ച് വരികയാണ്. ആ അമ്മ പെട്ടെന്ന് അങ്ങോട്ട് താഴെ വീണു. ഭഗവാൻ ഇത് കണ്ടിട്ട് ഓടിപ്പോയി അവരെ എണീപ്പിച്ചിരുത്തി. ഭഗവാൻ പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആ അമ്മയെ ഒന്ന് പരിചരിച്ചു. അന്നേരം ആ അമ്മയ്ക്ക് ഇത്തിരി ആശ്വാസം ഉണ്ടായി. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടു നിന്ന് മറ്റൊരു സ്ത്രീ പറയുണ്ടായി, ഈ അമ്മയ്ക്ക് ആരുമില്ല, തനിയെ താമസം, ഇത്രയും വയസ്സായെങ്കിലും ഏതെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഈ അമ്മ ജീവിക്കുന്നത് എന്ന് ഭഗവാനോട് ആ കണ്ടുനിന്ന് വേറൊരു അമ്മ പറഞ്ഞു. അപ്പോഴേക്കും ആ വയസ്സായ അമ്മയുടെ ക്ഷീണമൊക്കെ മാറി. ആ അമ്മ ഇങ്ങനെ ഭഗവാന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, താങ്കൾ കൃഷ്ണനല്ലയോ, കൃഷ്ണ ഭഗവാനല്ലയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ വയസ്സായ അമ്മ. ഭഗവാൻ അങ്ങ് അന്താളിച്ചു പോയി. എൻ്റെ ഭക്തയായ അമ്മയാണ്, ഞാൻ ഏത് രൂപത്തിൽ വന്നാലും എൻ്റെ ഭക്ത എന്നെ കണ്ടുപിടിക്കും, അതാണല്ലോ യഥാർത്ഥ ഭക്തി. അന്നേരം കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, എന്നെ അമ്മയുടെ മകനായിട്ട് കരുതിയാൽ മതി. അപ്പോഴേക്കും ആ അമ്മ പറയാണ്, മകനാണെന്ന് പറഞ്ഞില്ലയോ, അപ്പോൾ എൻ്റെ ഒപ്പം വരൂ, എൻ്റെ ഒപ്പം വന്നിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കൂ, ഞാൻ തനിച്ചാണ് താമസിക്കുന്നേ എന്നിങ്ങനെ ഭഗവാനോട് പറയുകയാണ്. അന്നേരം ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട്, ഭാര്യ കുടിലുണ്ട്, അവിടേക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരമാണ് അമ്മേനെ കണ്ടത് ഇങ്ങനെ പറയണ്ടായി. എന്നിട്ട് ഭഗവാൻ മേടിച്ച ആ സാധനങ്ങളെല്ലാം ആ അമ്മയ്ക്ക് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അമ്മയെ വീട്ടിൽ കൊണ്ട് ആക്കുകയും ചെയ്തു. എന്നിട്ട് ഭഗവാൻ നേരെ അങ്ങോട്ട് കുടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴുണ്ട് രുക്മിണി ദേവി നോക്കി നിൽക്കുകയാണ്. അരിയും പലവ്യഞ്ജനമൊക്കെ വന്നിട്ട് വേണം ആഹാരം ഉണ്ടാക്കാനായിട്ട്. നോക്കിയപ്പോൾ ഭഗവാന്റെ കയ്യിലൊന്നുമില്ല. അന്നേരം ചോദിക്കുകയാണ്, എവിടെയാ പച്ചക്കറിയും പലവ്യഞ്ജനമൊക്കെ മേടിച്ചത്? ഒന്നും കാണാനില്ലല്ലോ എന്ന്. അന്നേരം ഭഗവാൻ പറഞ്ഞു,
ഒന്നും പറയണ്ട. വഴിയിൽ ഒരു വയസ്സായ അമ്മേനെ കണ്ടു. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഞാനതെല്ലാം അവർക്ക് അങ്ങോട്ട് കൊടുത്തു എന്ന് ഭഗവാൻ രുക്മിണി ദേവിയോട് പറഞ്ഞു. രുക്മിണി ദേവിക്ക് ഇച്ചിരി ദേഷ്യം വന്നു. ദേവി അങ്ങോട്ട് പെട്ടെന്ന് അകത്തേക്ക് പോയി. ഭഗവാനും പിന്നാലെ ചെന്നു. അവിടെ നോക്കിയപ്പോൾ വാതിൽക്കൽ കോലമിടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിമാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അതെടുത്ത് ഒന്നുകൂടെ കലക്കിയിട്ട് കുടിക്കാനായിട്ട് പുറപ്പെട്ടു. അന്നേരം രുക്മിണി ദേവി ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് കഴിക്കാൻ പറ്റുന്ന മാവല്ല, ഇത് കോലത്തിനുള്ള മാവാണ് എന്ന് പറഞ്ഞു. അന്നേരം രണ്ടുപേരും ചിരിക്കുകയുണ്ടായി. അങ്ങനെ ഭഗവാൻ രുക്മിണി ദേവിയുടെ പിണക്കവും തീർത്തു. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ പരമപ്രേമ ഭക്തി വേണം. നമുക്ക് ആ ഭക്തി എങ്ങനെയാണ് കിട്ടുക? സജ്ജന സംസർഗം കൊണ്ട് മാത്രമേ അങ്ങനെയുള്ള ഭക്തി ലഭിക്കുള്ളൂ. സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് നമുക്ക് അപ്രകാരമുള്ള ഭക്തി നേടാവുന്നതാണ്. മാത്രമല്ല ഭഗവാന്റെ കഥകൾ ഒരുപാട് ശ്രവിക്കുന്നത് കൊണ്ടും നമുക്ക് പരമപ്രേമമായ ഭക്തി നേടാവുന്നതാണ്. മാത്രമല്ല ശ്രീമദ് ഭാഗവതം, ശ്രീമദ് നാരായണീയം തുടങ്ങിയ കൃതികൾ നമ്മൾ വായിക്കുക അല്ലെങ്കിൽ ശ്രവിക്കുക. അതിൽ പറയുന്ന ഭഗവാന്റെ കഥകളെല്ലാം നമ്മൾ അങ്ങോട്ട് കേൾക്കുക. ഈ കഥകളെല്ലാം കേട്ട് നമുക്ക് വളരെയധികം ഭഗവാനോട് അടുക്കാനുള്ള ഭക്തി തീർച്ചയായും ഉണ്ടാവുന്നതാണ്. പ്രകാരം നമുക്ക് ഭഗവാൻ ഏത് രൂപത്തിൽ നമ്മെ രക്ഷിക്കാൻ വന്നാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ഭഗവാനോടുള്ള തിരിച്ചറിവും ഉണ്ടാവും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രകാരം ചെയ്യാൻ സാധിക്കുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് നമുക്ക് നാമജപം സ്വീകരിക്കാം. എപ്പോഴും നാമം ജപിക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ നാമം മനസ്സിലെങ്കിലും ഉരുവിടുന്നത് കൊണ്ട് നമുക്ക് ഇപ്രകാരം അദമ്യമായ ഭക്തി ഉണ്ടാക്കാൻ സാധിക്കും. നിത്യവും നാം ചെയ്യുന്ന നാമജപത്തിലൂടെ നമുക്ക് ഭഗവാനോട് അടുക്കാവുന്നതാണ്. പ്രകാരം ഭഗവാനിലേക്ക് അടുത്ത് ഭഗവാനിലുള്ള ഭക്തി വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്രകാരം നമുക്ക് ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഏത് രൂപത്തിൽ വന്നാലും നമുക്കും തിരിച്ചറിയാവുന്നതാണ്. നമ്മൾ നാമജപം ചെയ്യുമ്പോൾ നമുക്ക് സജ്ജന സംസർഗത്തിനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാകും. അപ്രകാരം നാം സജ്ജന സംസർഗം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ കഥകൾ ശ്രവിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവും. നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഇനിയും കേൾക്കണം, അങ്ങനെയുള്ള ഒരു തോന്നൽ തന്നെ ഉണ്ടാവും. ഇപ്രകാരം നമുക്ക് ഭഗവാനിലേക്കുള്ള ഭക്തി വർദ്ധിപ്പിച്ച് ഭഗവാനിലേക്കുള്ള ദൂരം കുറച്ച് നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാം. ഗുരുവായൂരപ്പ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഓം നമോ നാരായണായ. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.